എന്റെ പ്രിയ കുഞ്ഞെ, ഒരേ ഒരു വ്യക്തി മാത്രമേ നിന്റെ ആത്മാവിനെ കൈവശപ്പെടുത്താൻ പാടുള്ളൂ. അത് യേശുവായിരിക്കണം. എങ്ങനെയാണ് നീ അവനെ കണ്ടെത്തുക? നിന്റെ ആത്മാവിന്റെ അമ്മയായ എന്നിലൂടെയാണത്. മറ്റെന്തെല്ലാം നിന്നെ സ്വാധീനിച്ചാലും അത് നന്മയല്ല. നിന്റെ ഹൃദയത്തെ അത് എന്നിൽ നിന്ന് എടുത്തു മാറ്റുന്നു. എന്നിലൂടെയല്ലാതെ, എന്റെ മാർഗത്തിനല്ലാതെ ഒന്നിനും നിനക്ക് സമാധാനം തരാൻ കഴിയുകയില്ല. പ്രിയ കുഞ്ഞെ, നിനക്ക് പ്രഹരമേൽക്കാൻ പോകുന്ന അടുത്ത സംഭവം തേടി ചുറ്റും പാഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. അത് ജീവിക്കുക. ഓരോ നിമിഷവും ദൈവം നിനക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണത്. പ്രാർത്ഥിക്കുക. മനസ്സിലാക്കിയേ തീരൂ എന്ന് കരുതി ശ്രമിക്കുന്നവർ ശ്രമിക്കട്ടെ. പ്രതികരിക്കരുത്. അത് വിട്ടുകളയുക. ദൈവം നിന്റെ ഹൃദയം മുൻപേ തന്നെ അറിയുന്നു. അതെ എന്റെ കുഞ്ഞെ, ഞാനും അതറിയുന്നു. എന്റെ പ്രിയ കുഞ്ഞെ, അതുകൊണ്ട് ശ്രവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഞാൻ നിന്നെ വീണ്ടും വിളിക്കുകയാണ്. നിന്റെ ജീവിതം നവീകരിക്കുന്നതിനാണത്. ഓരോ നിമിഷവും എന്റെ പദ്ധതി അനുസരിച്ച് ക്രമീകരിക്കപ്പെടാനായി വീണ്ടും വീണ്ടും തുടങ്ങുക. നിന്റെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തിലേക്കുള്ള വഴിയെ സുരക്ഷിതമായി നിന്നെ നയിക്കാൻ എന്നെ അനുവദിക്കുക. ദൈവത്തിന്റെ ശുശ്രൂഷയിലല്ലാതെ മറ്റൊന്നിലും ഏർപ്പെടേണ്ട. ഇപ്പോൾ നിന്റെ ആത്മാവിന്റെ അമ്മയായിരിക്കാൻ എന്നെ അനുവദിച്ചുകൊണ്ട് എന്നോട് എപ്പോഴും പ്രത്യുത്തിരിക്കുക കേട്ടോ.